Hi everyone, this is Yabin Say from Evika. ഇന്നത്തെ ആപ്പിൾ ന്യൂസിൽ കുറേയധികം എക്സൈറ്റിംഗ് ആയ ന്യൂസുകൾ പറയുന്നുണ്ട്. ഇതേപോലെ ആപ്പിളിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അടിപൊളിയായ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. സോ ദിസ് ഇസ് യബിൻ സേവിയ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം നമുക്ക് അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 26.5ൻ്റെ പുതിയ ബേറ്റ 3 അല്ല 4 ആപ്പിൾ ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബേറ്റയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല, പക്ഷേ ആപ്പിൾ കുറച്ചുകൂടി സ്റ്റേബിൾ ആക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. കഴിഞ്ഞ അപ്ഡേറ്റ് iOS 26.4.2ൽ എനിക്ക് നല്ല രീതിക്കുള്ള ബാറ്ററി ഡ്രെയിനും ഉണ്ട്, അതേപോലെ കോൾ കണക്റ്റിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് റേഞ്ച് കിട്ടുന്നില്ല, 5G ഭയങ്കര സ്ലോ ആണ്, നെറ്റേ കിട്ടുന്നില്ല, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ ബേറ്റയുടെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തൊട്ട് താഴത്ത് എന്തായാലും കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ 7 days 7 chapters 1 story എന്ന് പറഞ്ഞൊരു സീരീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളത് കണ്ടില്ലെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. ഇന്ന് രാത്രി ഒരു 7 മണിയാകുമ്പോൾ ലാസ്റ്റ് ഫൈനൽ ചാപ്റ്റർ റിലീസ് ഉണ്ട്. ഒരു കംപ്ലീറ്റ് ഒരു ടിം കുക്കിൻ്റെ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഗ്രോത്ത് ഡോക്യുമെൻ്ററി പോലെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കാണാത്തവർ കണ്ടു നോക്കുക. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം തൊട്ട് അത് കമൻറ്റ് ചെയ്യുക. കാരണം അത് 2-3 മിനിറ്റിൻ്റെയൊക്കെ ചെറിയ ചെറിയ വീഡിയോസാണ്. നിങ്ങൾക്ക് എന്തായാലും കണ്ട് കറക്റ്റായിട്ട് കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കൊല്ലത്തെ അല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി റണ്ണിങ് ആയിട്ടുള്ള ഏറ്റവും ഫാസ്റ്റസ്റ്റ് സെല്ലിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് iPhone 17 ലൈനപ്പാണ്. 17 ലൈനപ്പ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് iPhone Air ഉണ്ടോയെന്ന് വെച്ചാൽ എയർ കുറച്ച് കുറവാണ്, പക്ഷേ 17 നോൺ പ്രോ സീരീസാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ വിറ്റ് പോകുന്നത്. അതിനുശേഷം iPhone 17 Pro ആണ്. എസ്പെഷ്യലി ഈ പറഞ്ഞ കോസ്മിക് ഓറഞ്ച് കളറും നല്ല രീതിക്കുള്ള ഡിമാൻഡ് ഉണ്ട്. സോ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് 17 ലൈനപ്പ് തന്നെയാണ്. അടുത്ത കൊല്ലം വരാൻ പോകുന്ന 18 ലൈനപ്പിലാണ് ചെറിയൊരു ട്വിസ്റ്റ് നമുക്ക് കാണാൻ പോകുന്നത്. ഈ പറഞ്ഞ 18 Proയിൽ 2 നാനോമീറ്ററിൻ്റെ ആർക്കിടെക്ചറിലായിരിക്കും ഡിവൈസ് വരുന്നത്. ഇൻക്ലൂഡിങ് 12 GB ഓഫ് റാം ആയിരിക്കും കൊണ്ടുവരുന്നത്. എന്താണ് 12 GB ഓഫ് റാം? ഇപ്പോൾ ആപ്പിൾ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം 8 GB റാമാണ് ഒരു റിക്വയർഡ് എമൗണ്ട് ഓഫ് റാം എന്ന് പറയുന്നത്. 12 GB വരുമ്പോൾ ആപ്പിൾ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യാൻ അത്രമാത്രം ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു റാം സപ്ലൈ വേണ്ട വരും. ഇത് എന്തുകൊണ്ടെന്ന് ഞാൻ ചിന്തിച്ചപ്പോഴാണ് പുതിയൊരു കാര്യം റിപ്പോർട്ട് ഞാൻ വായിക്കാനിടയായത്. ആപ്പിൾ ഗൂഗിളിൻ്റെ ആയിട്ടൊരു ചെറിയൊരു കുഞ്ഞ് ഇപ്പോൾ ആപ്പിൾ ഇൻ്റലിജൻസ് ലഭിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ജനിക്കുന്നുണ്ടല്ലോ. ഈ ആപ്പിൾ ഇൻ്റലിജൻസിൽ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എസ്പെഷ്യലി ഫോട്ടോസിൽ നമ്മൾ ക്യാമറയിലും ഒരു കംപ്ലീറ്റ് റീഡിസൈനിങ് വരുന്നുണ്ട്. ക്യാമറ സെഷനിൽ ഇപ്പോൾ നമ്മൾ ക്യാമറ എടുക്കുമ്പോൾ ഫോട്ടോ, വീഡിയോ, പോർട്രേറ്റ്സ്, നമ്മുടെ ടൈം ലാപ്സ്, അങ്ങനെ കുറേ ബാറില്ലേ. ആ ഒരു ബാറിൽ നമുക്ക് സിറി എന്ന ഓപ്ഷൻ വരും. ഈ സിറി ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ വിഷ്വൽ ഇൻ്റലിജൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. മനസ്സിലാവും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് ഫുഡിൻ്റെ ന്യൂട്രീഷൻ ലേബിള് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏതെങ്കിലും പോസ്റ്റർ നോക്കുകയാണെങ്കിൽ ആ പോസ്റ്ററിലുള്ള വ്യക്തിയുടെ പേരും ഫോൺ നമ്പറും നമുക്ക് ഡയറക്റ്റ് കോൺടാക്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വിഷ്വൽ ഇൻ്റലിജൻസിൽ ആ ഒരു വിഷ്വൽ ഇൻ്റലിജൻസ് ഫീച്ചറാണ് ഇനി ക്യാമറയിലേക്ക് ഡയറക്റ്റായിട്ട് കൊണ്ടുവരാൻ പോകുന്നത്. അതോടൊപ്പം ഫോട്ടോഗ്രാഫിയിൽ അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ആ ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റീസൈസിങ് ചെയ്യാം. റീസൈസിങ് എന്ന് പറഞ്ഞാൽ എൻലാർജ് ചെയ്യാം. ഇപ്പോൾ ഫോട്ടോ ഫ്രെയിം ഇത്രേ ഉള്ളൂ, ഒരു 1:1 എടുത്തു, അത് നമുക്കൊരു 4:3 അല്ലെങ്കിൽ 16:9 ആക്കണമെങ്കിൽ നമുക്ക് ആക്കാൻ പറ്റും. അതായത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് റീടച്ചിങ് കുറച്ചുകൂടെ ബെറ്റർ ആവും. നമ്മുടെ ഫോട്ടോ എഡിറ്റിങ്ങിൻ്റെ ഫുൾ ഫീച്ചേഴ്സും കുറച്ചുകൂടെ ബെറ്റർ ആവും. ഗൂഗിൾ ഫോട്ടോസിലൊക്കെ ഓൾറെഡി ഉള്ള കാര്യം കുറച്ചും കൂടെ എന്താ പറയുക പോളിഷ് ചെയ്ത് ആപ്പിളി ആയിട്ട് അല്ലെങ്കിൽ ആപ്പിൾ ടച്ചിൽ ആ ഒരു സംഭവം ഐഫോണിൽ അല്ലെങ്കിൽ iOS 27ലും iPhone 18 സീരീസിലും വരാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ June 8 നമുക്ക് WW26 കുറേ പുതിയ കാര്യങ്ങൾ iOSൽ കാണാൻ പറ്റും. സോ വി ആർ ഇൻട്രൊഡ്യൂസിങ് എവിക്ക വിഷ് കാർഡ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് iOS 27ൽ എന്ത് ഫീച്ചറാണ് കാണേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫീച്ചർ ഐഫോണിൽ ഈ ഒരു ഫീച്ചർ വന്നാൽ നന്നായിരിക്കും, ഈ ഒരു ഫീച്ചർ എനിക്ക് ആഗ്രഹമുണ്ട് വന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നൊരു ഫീച്ചറില്ലേ, ആ ഒരു ഫീച്ചർ നിങ്ങൾക്ക് വിഷ് ചെയ്യുന്ന ആ ഒരു ഫീച്ചർ തൊട്ട് താഴെ കമൻറ്റ് ചെയ്യുക. സോ നമുക്കതൊരു എന്താ പറയുക Q&A സെഷനോ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക ലൈവ്ലി ആക്ടിവിറ്റി ആയിട്ട് അത് കൊണ്ടുപോകാം.
സോ നിങ്ങളുടെ ആ ഒരു വിഷ് എന്താ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഈ ഒരു കൊല്ലത്തെ WWDC വിഷ് കാർഡ് എന്ന് പറയുന്നത്. ഈ 18 സീരീസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ iPhone 12 മുതൽ 17 വരെയും യൂസ് ചെയ്ത ഒരു വൺ ഓഫ് ദ ഫണ്ടമെന്റൽ ഫങ്ഷനാലിറ്റി അല്ലെങ്കിൽ ഫീച്ചർ ആപ്പിൾ എടുത്ത് മാറ്റും എന്നുള്ള റിപ്പോർട്ടുണ്ട്. എന്താണ് എടുത്ത് മാറ്റാൻ പോകുന്നത്? മാഗ്സേഫ് ആണ് എടുത്ത് മാറ്റാൻ പോകുന്നത്. വൈ? ബിക്കോസ് ആപ്പിളിന് ഇത്രമാത്രം സ്ട്രോങ് മാഗ്നറ്റ്സ് വെക്കുമ്പോൾ അത്യാവശ്യം നല്ല എക്സ്പെൻഡിച്ചറും ഉണ്ട്. അതോടൊപ്പം തന്നെ ബാറ്ററിയുടെ കുറേ എന്താ പറയുക സ്പേസ് പോകുന്നുണ്ട്, കുറേ അധികം കോമ്പോണൻസിന് സ്പേസ് പോകുന്നുണ്ട് എന്നാണ് ആപ്പിളിന് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. അല്ലെങ്കിൽ ആപ്പിൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് അവരുടെ ടീമിന്. എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ iPhone 18 സീരീസ് അല്ലെങ്കിൽ 18 Pro സീരീസ് കുറച്ചും കൂടെ തിന്നറാക്കാനും ഇനി വരാൻ പോകുന്ന കുറേയധികം പ്രൊഡക്റ്റുകളുണ്ടല്ലോ, ഫോൾഡ് അത് ഇതെന്നൊക്കെ പറഞ്ഞു, അത് ഞാൻ എന്തായാലും അവസാനം കുറച്ച് കഴിയുമ്പോൾ പറയാം. സോ അങ്ങനത്തെ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ 20th ആനിവേഴ്സറി ആയിട്ട് iPhone റിലീസ് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്ലാസ് സ്ലാബ് അല്ലെങ്കിൽ ഗ്ലാസ് ഫിനിഷ് വരുന്ന കംപ്ലീറ്റ് ഒരു ഗ്ലാസ്സിൽ നമ്മൾ നോക്കുന്ന പോലെ ഒരു ഡിവൈസ് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. സോ അതിനെല്ലാത്തിനും വേണ്ടിയാണ് മുന്നോടിയായിട്ട് ആപ്പിൾ ഈ പറഞ്ഞ മാഗ്സേഫ് റിമൂവ് ചെയ്യാൻ പോകുന്നതാണ് കിട്ടിയ റിപ്പോർട്ട്. ഇത് കൺഫേംഡ് അല്ല, വായിൽ ഉപ്പിട്ടിട്ട് കേട്ടാൽ മതി. പക്ഷേ അങ്ങനെ മാറ്റുകയാണെങ്കിൽ കുറേയധികം കമ്പനികൾക്കും ആസ് എ പേഴ്സൺ എനിക്കും കുറേയധികം ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന കുറേയധികം മാഗ്സേഫ് ആക്സസറീസ് ഉണ്ട്, മാഗ്സേഫ് കേസുകളുണ്ട്, മാഗ്സേഫിൻ്റെ കുറേ ഗാഡ്ജറ്റ്സ് ഉണ്ട്. ഇതെല്ലാം യൂസ്ലെസ് ആയി പോകും അൺലെസ് നിങ്ങളൊരു 18 സീരീസ് എടുത്തില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. 17 സീരീസാണ് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാം, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ പിന്നീട് ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ സാംസങ്ങിനൊക്കെ ഇപ്പോൾ മാഗ്സേഫ് വരുന്നുണ്ട്. ആ സമയത്ത് ആപ്പിൾ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഫീച്ചർ കൊണ്ടുവരുമായിരിക്കും. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല 20th ആനിവേഴ്സറി ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഒരു ഗ്ലാസ് ലാബിൻ്റെ പോലത്തെ ഒരു മോഡൽ കൊണ്ടുവരുന്നത്. ആ ഒരു ഗ്ലാസ് ലാബിൻ്റെ മോഡലിന് വേണ്ടിയാണ് ഇപ്പോഴേ ആപ്പിൾ ലിക്വിഡ് ഗ്ലാസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഫങ്ഷനാലിറ്റിയും അതേപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ കൊണ്ടുവരുന്നത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ആപ്പിൾ ഈസ് തിങ്കിങ് ഫാർ എവേ ഫ്രം ദിസ് ടൈം ലൈൻ. ഇപ്പോൾ ഉള്ള ടൈം ലൈൻ 2027 മാത്രമല്ല, അല്ലെങ്കിൽ 2026 മാത്രമല്ല അവർ നോക്കുക. ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഒരു 2030 നമ്മുടെ ഫോണിൽ ഇങ്ങനെ വരണം. നമ്മുടെ ഫോൺ അപ്പോൾ 2030 ഇന്നത് ഇറക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇന്നത് യൂസ് ചെയ്യണം എന്ന് തിങ്ക് ചെയ്യുന്നൊരു കമ്പനിയാണ് ആപ്പിൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിൾ ഭയങ്കര സേഫ് ഗെയിമിങ് ആയതുകൊണ്ട് റിസ്ക് എടുത്ത് അവരൊരു ഡിവൈസ് എടുത്തു കഴിഞ്ഞാൽ ആ ഡിവൈസ് ഫെയിലായി പോവാതിരിക്കാൻ വേണ്ടി ആപ്പിൾ നല്ല രീതിക്കുള്ള റിസർച്ചും അതോടൊപ്പം തന്നെ ടൈം കൊടുത്താണ് ഒരു ഡിവൈസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഔട്ട് കൊണ്ടുവരുന്നത്. സാംസങ് ഒക്കെ ഓരോ മാസമാണ് പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നതെങ്കിൽ ആപ്പിൾ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നത് 6 മുതൽ 8 മാസം കൂടുമ്പോഴാണ് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് പ്രൊഡക്റ്റ് റിലീസ് ചെയ്യുന്നത്. ഐഫോൺ തന്നെ ഇപ്പോഴാണ് 2 ടൈമിൽ റിലീസ് ചെയ്യുന്നത്. അതും മെയിനായിട്ട് ഒരു സീരീസ് അല്ലെങ്കിൽ ഒരു 17 അല്ലെങ്കിൽ ഒരു 18 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സീരീസ് ഒരു വട്ടം റിലീസ് ചെയ്ത് അടുത്ത വട്ടം ഒരു അല്ലെങ്കിൽ സ്പെഷ്യൽ എഡിഷനാണ് കൊണ്ടുവരാറ്. അടുത്ത കൊല്ലം തൊട്ട് അതായത് 2027-26 സമയത്ത് 18 സീരീസിലാണ് നമുക്ക് സ്പ്ലിറ്റ് കാണാൻ പോകുന്നത്. ആദ്യം 18 Pro സീരീസും പിന്നെ വരാൻ പോകുന്ന അൾട്രാ സീരീസ് നമുക്ക് കാണാം. പിന്നെ അടുത്ത കൊല്ലം ഒരു Q2 അതായത് വർഷത്തിൽ 4 ക്വാർട്ടറിലുള്ള സെക്കൻഡ് ക്വാർട്ടറിൽ നമുക്ക് മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും അടുത്തൊരു പ്രൊഡക്റ്റ് ആപ്പിൾ റിലീസ് ചെയ്യും. ഈ പറഞ്ഞ പ്രൊഡക്റ്റുകൾ റിലീസ് ചെയ്യുമ്പോഴാണ് അടുത്തൊരു ന്യൂസും പറയാൻ വന്നത്. ആപ്പിൾ ഈ ഒരു കൊല്ലം 2 അൾട്രാ പ്രൊഡക്റ്റ് റിലീസ് ചെയ്യുന്നതാണ് കിട്ടിയ റിപ്പോർട്ട്. അതിൽ ഒന്നാമത്തെ മാക്ബുക്ക് അൾട്രയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നമുക്ക് ഷോർട്ടേജ് എന്തിനാ റാമിനും അതോടൊപ്പം തന്നെ സ്റ്റോറേജിനുള്ള ഷോർട്ടേജ് കാരണം ഈ ഒരു കൊല്ലം മേ ബി M6 മാക്ബുക്ക് നമുക്ക് കാണാൻ പറ്റില്ല എന്നൊരു റിപ്പോർട്ടുണ്ട്. മേ ബി ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ ആപ്പിളിലെ ഒരു ടോപ്പ് ടയറിൽ വരാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് ആപ്പിൾ ടച്ച് സ്ക്രീൻ മാക്ബുക്ക് വെക്കാൻ പോകുന്നത് ഈ പറയുന്ന മാക്ബുക്ക് അൾട്ര ആയിരിക്കും. ടച്ച് സ്ക്രീൻ മാക്ബുക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വന്നത് നമ്മുടെ മാക്ബുക്കിൽ എൻ്റെ ഫേവറേറ്റ് ആയൊരു മാക്ബുക്ക് ആയിരുന്നു. നമുക്കൊരു എന്താ പറയുക ടച്ച് ബാർ ഉണ്ടായിരുന്നു മാക്ബുക്ക് പ്രോയിലൊക്കെ. നമ്മുടെ ജോണി ഐവ് ഉണ്ടായ സമയത്ത് ഡിസൈൻ ചെയ്തതാണ്. അതൊരു ഫാൻറ്റാസ്റ്റിക് റെവല്യൂഷണറി ചേഞ്ച് ആയിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ മാക്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട് M3 Pro. അതിൽ നമുക്ക് ചില സമയത്തൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സാധനം വരിക, കോൾ വരുമ്പോൾ നമുക്ക് ആ സാധനം ടച്ച് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യുക, അതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താണ്, ടച്ച് ID ആ ഒരു ടച്ച് ബാർ കംപ്ലൈൻറ്റ് കംപ്ലീറ്റ് കീബോർഡ് നമ്മൾ മാറ്റേണ്ടി വരും.
അതേപോലെ ടച്ച് സ്ക്രീൻ മാക്ബുക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ വന്നതാണെന്ന് പറയോ, എങ്ങനെയായിരിക്കും ആപ്പിൾ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്? ആ കോൾ ഇൻ്റർഫേസ്, ആ ഒരു ഫോട്ടോ എഡിറ്റിംഗ്, ആ ഒരു വീഡിയോ എഡിറ്റിംഗ്, ടൈം ലൈൻ സ്ക്രിബ്ലിംഗ്, എല്ലാ കാര്യങ്ങളും എനിക്ക് വന്നു. കാരണം അത്രമാത്രം പ്രിസൈസ് ആയിട്ടൊരു OS ബിൽഡ് ചെയ്ത് അതിന് വേണ്ടി ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ട് ആപ്പിൾ ആ സാധനം റിലീസ് ചെയ്താൽ ഇറ്റ്സ് ഗോണ ബ്ലോ ദ മാർക്കറ്റ്. കാരണം ലാപ്ടോപ്പ് ഇൻഡസ്ട്രിയിൽ ഇപ്പം മാക്ബുക്ക് നിയോ വന്നപ്പോൾ നല്ല അട്ടിയാണ് US വന്നിരിക്കുന്നത്. മാക്ബുക്ക് നിയോ ഡിമാൻഡ് ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഔട്ട്റേജ് ആയിട്ടുള്ള ഔട്ട് ഓഫ് സപ്ലൈ ആണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം അടുത്തൊരു അൾട്ര പ്രൊഡക്റ്റാണ് ഐഫോൺ അൾട്ര എന്ന് പറയുന്നത്. സെയിം ആയിട്ട് ഞാൻ പറയാം, ഭയങ്കര പ്രൈസ് പോയിന്റിലായിരിക്കും ഈ ഒരു ഡിവൈസ് വരാവുന്നത്. പക്ഷേ അൾട്ര ലക്ഷറി മോഡലായിട്ട് ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്ന അടുത്ത ഐഫോൺ അൾട്ര, ഐദർ ഐഫോൺ ഫോൾഡ് എന്ന് പറയാം. കാരണം ഇനിയിപ്പോൾ ഐഫോൺ പ്രോ എന്ന് പറയാൻ പറ്റില്ല, അതിന് പൊക്കത്തേക്കുള്ള ലെവലിലായിരിക്കും പറയാൻ പറ്റുക. പിന്നെ ആപ്പിളിൻ്റെ നെയിമിങ് സ്കീം ഇപ്പോൾ നമുക്ക് ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്താ പറയുക, മാക്ബുക്ക് ലൈറ്റ്, മാക്ബുക്ക് SE എന്നൊക്കെ പറഞ്ഞിട്ട് മാക്ബുക്ക് നിയോ എന്ന് പറയുന്നൊരു പേരിലാണ് അവർ കൊണ്ടുവന്നത്. സോ നെയിമിങ് സ്കീം ഇപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു പ്രോ ലെവൽ അല്ലെങ്കിൽ ഒരു ക്ലാസി ലെവലിൽ നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റില്ല. മേ ബി ആപ്പിൾ ഭയങ്കര ഫങ്കി ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ച് ഫാൻസി ആയിട്ട്, ക്ലാസ് ആയിട്ടല്ല ഫാൻസി ആയിട്ട് ചിലപ്പോൾ പേരുകൾ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു നെയിമിങ് സ്കീമിലാണ് ഇപ്പോൾ ആപ്പിൾ റൺ ചെയ്യുന്നത്. സെപ്റ്റംബറിലോട്ട് ജോൺ ടേണസ് ഈ പറഞ്ഞ CEO പദവിയിലേക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പോകുന്നത് ഒരു കംപ്ലീറ്റ് സ്റ്റീവ് ജോബ്സ് എറയായിരിക്കും എന്നാണ് കുറേ പേര് പറയുന്നത്. കാരണം ഞാൻ എൻ്റെ സീരീസിൽ പറയുന്നുണ്ട്, സ്റ്റീവ് ജോബ്സ് ആക്ച്വലി എന്താ പറയുക, ഒരു പ്രൊഡക്റ്റ് ഹെഡാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ക്രേസി ഫാനാണ്. ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് സ്റ്റീവ് ജോബ്സ് തിങ്ക് ചെയ്യുന്നത്. പക്ഷേ ടിം കുക്ക് അങ്ങനെയല്ല. സ്ട്രാറ്റജി, കറക്റ്റ് പ്ലാനിങ്, നൈസ് എക്സിക്യൂഷൻ, ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ആൾക്കാരുടെ കയ്യിൽ വേഗത്തണം, അങ്ങനെയാണ് ടിം കുക്ക്. പക്ഷെ നേരെ മറിച്ച് നമ്മുടെ ജോൺ ടേണസ് വരുമ്പോൾ സെയിം സ്റ്റീവ് ജോബ്സിൻ്റെ ആ ഒരു കണക്ഷൻ വരുന്നുണ്ട്. ഹീ ഈസ് ലൈക്ക് എ സെയിം പ്രൊഡക്റ്റ് ക്രേസി ഹെഡ്. ഒരു പ്രൊഡക്റ്റ് വേഗം ഉണ്ടാക്കണം, ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ആൾക്കാർക്ക് കൂടുതൽ യൂസ്ഫുൾ ആക്കാം, എങ്ങനെ പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാം എന്ന് തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരാൾ. കാരണം അങ്ങനെയൊരു എൻജിനീയറാണ് ആര്, ജോൺ ടേണസ് എന്ന് പറയുന്നത് പക്ക പ്രോപ്പർ എൻജിനീയറാണ്. സോ നമുക്ക് കുറേയധികം പ്രൊഡക്റ്റുകൾ അവളെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇനി വരാൻ പോകുന്ന കുറേയധികം കൊല്ലങ്ങളിൽ കുറേയധികം പുതിയ പ്രൊഡക്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്. സോ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ നമുക്കിനി നമ്മുടെ ആപ്പിളിനെ നോക്കി കാണാം. ഇന്നത്തെ ഈ ഒരു ആപ്പിൾ ന്യൂസ് ടേബിളിൽ കുറേയധികം കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏറ്റവും റെഗുലറായിട്ട് പുതിയ പുതിയ ആപ്പിൾ അപ്ഡേറ്റ്സ് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനാണെങ്കിൽ അടിപൊളി വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഈസ് എബിൻ സേവിയർ സൈനിങ് ഫ്രം എവിക.